തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അന്തിമ ചർച്ചകളിൽ കെ.സി. വേണുഗോപാൽ മുന്നിലെന്ന് സൂചന. നടപടികൾ വേഗത്തിലാക്കിയ AICC നേതൃത്വം. ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നാണ് വിവരം. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയ നാണക്കേടിലേക്കാണ് കോൺഗ്രസ് പതിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് AICC നേതൃത്വത്തിനും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കെ.സി. വേണുഗോപാലിന് മുൻതൂക്കം എന്നുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ. എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, സംസ്ഥാന മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വങ്ങൾക്ക് ഏതാണ്ട് വിരാമമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. AICC സംഘടിപ്പിച്ച അന്തിമ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ പേരിലാണ് മുൻഗണന ലഭിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് പൂർണ്ണ പിന്തുണ വേണുഗോപാലിനൊപ്പം ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പദവി സംബന്ധിച്ച നടപടിക്രമങ്ങൾ AICC നേതൃത്വം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി വരികയാണ്. പ്രഖ്യാപനം ഉടൻ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം ഭരണത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിഗണിച്ച് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും AICCയിൽ ഗൗരവമായ ആലോചനകൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർട്ടിയെ നയിച്ച VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഏത് രീതിയിൽ പുതിയ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമവായ ഫോർമുലയ്ക്കാണ് AICC നേതൃത്വം മുൻഗണന നൽകുന്നത്. ഏതായാലും ഈ പ്രഖ്യാപനം ഒരുപക്ഷെ കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ച ശേഷം അവിടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറി നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.